വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്മി. ഇന്ന് ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തൈര് വെച്ച് ചെയ്യാവുന്ന മറ്റൊരു ഉഗ്രൻ ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ടും തൈരും വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്. ഈ ബീട്രൂട്ടും തൈരും ചേർന്ന ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് കൂടുതൽ തിളക്കം നൽകാനും അതുപോലെ തന്നെ മുഖക്കുരു മാറാനും കരിവാളിപ്പ് മാറാൻ പിന്നെ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് ബീട്രൂട്ടും തൈരും വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള അയൺ വിറ്റമിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ ലഭിക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അധികമായിട്ട് വരുന്ന ഓയിലില്ലേ അങ്ങനെയുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പേസ്റ്റ് എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് പേസ്റ്റ് ആക്കാൻ നോക്കിയിട്ടാണ്. ആ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എത്രയാണോ തൈര് ആവശ്യം എന്നുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് തൈരും ചേർത്ത് നമുക്കറിയാലോ നമ്മളെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിൽ തൈര് ചേർക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഈ ബീട്രൂട്ട് നല്ലപോലെ പേസ്റ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല. എനിക്കധികം പേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബീട്രൂട്ടും തൈരും വെച്ചുള്ള ഫേസ് പാക്കിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ കിട്ടുന്നു, അതുപോലെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും മുഖക്കുരുവിനെ നിയന്ത്രിക്കാനും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഫേസ് പാക്ക് ഉഗ്രനല്ലേ, അടിപൊളി ഫേസ് പാക്കാണ്. ഇത്രയും ഗുണങ്ങളല്ലേ ഈ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലാണ് നമുക്ക് വൻ നഷ്ടം വരാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും വേഗം നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം. അതിന് ആദ്യം തന്നെ ഞാൻ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനെന്തായാലും പോയിട്ട് എൻ്റെ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്ന് നല്ല രീതിക്കൊന്ന് ഇപ്പോൾ നല്ല രീതിക്ക് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത്രയും ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്ക് ഫേസിലിടാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ പേസ്റ്റ് ആക്കണം വിചാരിച്ച പക്ഷേ പേസ്റ്റായി കിട്ടിയില്ല. ആകെ ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരെണ്ണവും വേണ്ട, ഒരെണ്ണത്തിൻ്റെ പകുതിയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് അതായിട്ട് ശരിക്കും അങ്ങ് വേണ്ടായി കിട്ടിയില്ല. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് കിട്ടാൻ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇത് മുഖത്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നല്ലോണം ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കഴുത്തിലോട്ടുണ്ട് കേട്ടോ. ഞാൻ പറയണ്ടില്ലേ നമ്മുടെ ഫേസിൽ എന്തിടുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും കൂടി ഇടണം. അല്ലാണ്ട് രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും. ഇനി നമുക്കിതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിതാ ആ ഫേസ് പാക്കൊന്ന് അപ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്ക് തോന്നുന്നുണ്ടല്ലേ, എനിക്ക് അനുഭവപ്പെടുന്നു. കയ്യിൽ നല്ലോണം ആ ബീട്രൂട്ടിൻ്റെ കളർ അങ്ങ് ആയിരുന്നേ, പക്ഷേ ഫേസിൽ ഓക്കെയാണ്. എൻ്റെ ഞാൻ കയ്യിലായിക്കണ്ടപ്പോൾ വിചാരിച്ച് പെട്ടെന്ന് ഫേസിലേക്ക് അങ്ങനെ ഇതാവുമോന്ന്, പക്ഷെ അങ്ങനെ ഫേസിലിതാ അങ്ങനെ റെഡ് കളറൊന്നും വന്നിട്ടില്ല. എന്തായാലും നല്ലൊരു ഇപ്പം നല്ല നമ്മുടെ സ്കിന്നിൽ നമുക്ക് നല്ലൊരു ഇത് ഫീൽ തോന്നുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റായി നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടിയ പോലെ ഫസ്റ്റത്തെ യൂസിൽ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. പിന്നെ
നമ്മുടെ ഈ ഫേസ് പാക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എങ്കിലും ഈ ഫേസ് പാക്ക് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. ഓയിൽ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും ഏത് സ്കിൻ ടൈപ്പുകാർക്കായാലും ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാം. എങ്കിലും ചിലർക്ക് ബീട്രൂട്ടൊക്കെ അലർജിയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ഭാഗത്ത് തേച്ചൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക. എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്ത് റെമഡീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് യോജിച്ചതാണോ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സ്കിന്ന് നമ്മുടെയാണ്, മറ്റുള്ളവരുടെ അല്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്തും ട്രൈ ചെയ്ത് നോക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും, ഒപ്പം കൂടുതൽ ഇത്തരം ഹോം റെമഡികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.